ഹലോ. ഹലോ. അപ്പോൾ നമ്മുടെ ഒരു പുതിയ വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. അതായത് കുറച്ച് എന്താ പറയുക സങ്കടമുള്ളതും അതുപോലെ സന്തോഷമുള്ളതുമായ ഒരു ദിവസമാണ്. നമ്മളിന്ന് നാട്ടിൽ നിന്ന് നമ്മൾ കാശ്മീരിലേക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ പാക്കിങ് കാര്യങ്ങളൊക്കെ നമ്മൾ മുൻകൂട്ടി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. അത് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ വരും. അപ്പോൾ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മളിതാ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോവാണ്. ഏകദേശം സമയം ഇപ്പോൾ രാത്രി 10 മണിയാവാറായിട്ടുണ്ട്. നമുക്ക് ബാംഗ്ലൂരേക്ക് ഇവിടുന്ന് KSRTC ബസ്സാണ്. അപ്പോൾ ബസ്സിന് അവിടെ പോയിട്ട് അവിടെ കസിൻ്റെ വീടുണ്ട്, അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്യും. അതിനുശേഷം നമ്മൾ ഫ്ലൈറ്റിൽ കാശ്മീരേക്ക് പോകും. അപ്പോൾ മറ്റുള്ള കാഴ്ചകളൊക്കെ നമ്മൾ വഴിയെ കാണിച്ചു തരാം. ഓക്കെ. ഇടിപ്പോൾ എൻ്റെ അച്ഛൻ അമ്മ എല്ലാവരും ഉണ്ട് കേട്ടോ. അമ്മയും അമ്മയും കൂടാണ്ട് എൻ്റെ അച്ഛനും അമ്മയും ചേച്ചിയും ഏട്ടനെല്ലാം വന്നിട്ടുണ്ട്. അവരെല്ലാം കാണാം. അവരൊക്കെ നമ്മൾ യാത്രയേക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അവരൊക്കെ പുറത്തുണ്ട്. അങ്ങനെ നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. ഇതാ നമ്മളെ കസിൻസാണ് നമ്മളെ കൊണ്ടാക്കുന്നത്. ഇവരാരും വരുന്നില്ല. ഇരുട്ടി പോയിട്ട് അവിടെ നിന്നാണ് ബസ് ഉണ്ടാവുക. അപ്പോൾ അടുത്തേക്ക് ഇവർ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് നമ്മൾ പോകാൻ പ്ലാൻ ഇട്ടിട്ടുള്ളത്. 10 മണിക്കാണ് ബസ് വരുവാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പം വീണ്ടും ലേറ്റ് ആയിട്ട് 10:30 ബസ് എത്തുള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തേക്ക് അവിടെ എത്തിയാൽ മതി. നീ വരുന്ന അമ്മമ്മ വരണ്ട വരണ. പിന്നെ ആരാ വരണ്ടേ? അച്ഛനാ. പിന്നെയോ പറയൂലേ അപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഇറങ്ങേണ്ട സമയം ആയിട്ടുണ്ട്. 10-10:30 ബസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയം നോക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്നാണ് വിചാരിച്ചത്. ശരിയാ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് അവരെയൊക്കെ കാണുകയെന്ന് വിചാരിക്കുമ്പോൾ ഒരു സങ്കടമൊക്കെ ഉണ്ട്. പിന്നെ അധികം അങ്ങോട്ട് ചിന്തിച്ച് വഷളാക്കിയില്ല. നമ്മളങ്ങനെ ബസ് കയറാൻ വേണ്ടി ഇരിട്ടി ബസ് സ്റ്റാൻഡിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ ബസ് ഉണ്ടായിരുന്നു. അതേമാതിരി തന്നെ റോഡിലൊക്കെ ഭയങ്കര തിരക്കായിരുന്നു. സമയം 10:30 ആയിട്ടുണ്ട്. എന്നിട്ടും ആൾക്കാരൊക്കെ നിറഞ്ഞിരിക്കുന്നു റോഡിലൊക്കെ. സത്യം പറഞ്ഞാൽ നമുക്ക് 16-ാം തീയതി ആയിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടത്. ഇതിപ്പം 15-ാം തീയതി രാത്രിയാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കാരണം നമുക്ക് ബസ്സിന് സീറ്റ് കിട്ടിയില്ല. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യമേ ബുക്ക് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ തിരുവോണം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു. ബസ്സിനൊക്കെ ഫുൾ സോൾഡ് ഔട്ട് ആയിരുന്നു. അങ്ങനെ അവസാനം നമ്മളെ ബസ് വന്നു. നമ്മളെ ബസ്സിൻ്റെ അകത്ത് തന്നെ ഇരുട്ടിക്കുന്ന കയറാൻ ഇഷ്ടം പോലെ ആളുണ്ടായിരുന്നു. പിന്നെ ആ ബസ്സിൽ നമ്മളടുത്ത് മാത്രമേ ഇത്രയും വലിയ ബാഗൊക്കെ ഉണ്ടായുള്ളൂ. അപ്പോൾ അതൊക്കെ വെച്ചൊന്ന് സെറ്റാവാൻ കുറച്ച് സമയമെടുത്തു. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴാണ് മൈസൂർ എത്തിയത്. അവിടെ എത്തി ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചൊന്ന് ഫ്രഷായി. രാത്രി 10-10:45 ബസ് കയറിയത് എനിക്ക് ഓർമ്മയുണ്ടായിട്ടുള്ളൂ. പിന്നെ ഇതാ 2 മണിക്ക് മൈസൂർ എത്തുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. കാരണം അത്രയും നല്ല ഉറക്കമായിരുന്നു. അവിടെയാണെങ്കിൽ ഒടുക്കത്തെ തണുപ്പായിരുന്നു. എനിക്ക് അത്രയും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് ചെറിയൊരു തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ. ഞാനാണ് ഈ കാശ്മീരേക്ക് പോകുന്നത്. എന്താവും ഒന്നും അറിയില്ല. അതൊക്കെ വഴിയെ കണ്ടറിയാം. അപ്പോൾ 10 മിനിറ്റത്തെ ഒരു ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും നമ്മളെ യാത്ര തുടങ്ങലായി. ഒരു 5:30 ആകുമ്പോൾ ബാംഗ്ലൂർ എത്തി. അവിടെ ഇറങ്ങി. അവിടെ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ആ ഇരുട്ടിക്കുന്ന് കയറി പിന്നെ മൈസൂർ ചായ കുടിക്കാൻ ഇറങ്ങിയതും പിന്നെ ഇവിടെ ഇറങ്ങിയതും. അതിനിടയിൽ എൻ്റെ ഉറക്കത്തിന് ഒരുപാട് സംഭവിച്ചില്ല. കാരണം നല്ല ഉറക്കമായിരുന്നു. അത്രയും നല്ല ക്ഷീണം ഉണ്ടായതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ഉറക്കെല്ലാം ആ ഒരു ക്ഷീണം ഫുള്ള് ഞാൻ ആ ബസ്സിൻ്റെ അകത്ത് തീർത്ത് ഉറങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് ഏട്ടൻ്റെ വീട്ടിലേക്ക്. അതായത് നമ്മളെ കസിൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവിടെ ഏട്ടൻ്റെ വൈഫും 2 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ദിവസം ഫുൾ അവിടെയാണ്. അതായത് നമ്മളെ അനൂപാടിൻ്റെയും ദിവ്യേച്ചിൻ്റെയും വീട്ടിലാണ്. അങ്ങനെ നമ്മൾ ക്യാബ് വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്കിന് നേരം വെളുത്തിന് ഇനിയിപ്പം നേരെ അവിടേക്ക് പോവാം. നമ്മളെ ഫ്ലൈറ്റ് നാളെ രാവിലെ 9 മണിക്കാണ്. അപ്പോൾ അതുവരെയാണ് നമ്മളിവിടെ നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. എപ്പോൾ ഇങ്ങനെ ബാംഗ്ലൂരൊക്കെ വന്ന് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം ഇവിടെ എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമൊന്നും ഇന്നിനി ഉണ്ടാവില്ല. നമ്മൾ അത്രയല്ലേ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ
കുറച്ച് സമയം ബാക്കി കിട്ടുകയാണെങ്കിൽ ഇവിടെ എവിടെയെങ്കിലും ഒന്ന് കറങ്ങണക്കുന്നൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ വണ്ടി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഒരു 3/4 മണിക്കൂറിനുള്ളിൽ നമ്മൾ അവരുടെ വീട്ടിലെത്തും. ഇപ്പോൾ ഏകദേശം ഒരു 6:30 ആയിട്ടുണ്ടാകും കേട്ടോ. രാവിലെ നേരം നല്ല വെളുത്ത് വരുന്നുണ്ട്, നല്ല വെളിച്ചമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുട്ടി വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ബാക്കി വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.